السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله أما بعد. وعن عائشة رضي الله عنها أن النبي صلى الله عليه وسلم بعث رجلا على سرية وكان يقرأ لأصحابه في صلاتهم فيختم بقل هو الله أحد. فلما رجعوا ذكروا ذلك للنبي صلى الله عليه وسلم فقال سلوه لأي شيء يصنع ذلك، فسألوه فقال لأنها صفة الرحمن وأنا أحب أن أقرأ بها. فقال النبي صلى الله عليه وسلم أخبروه أن الله يحبه رواه البخاري. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൈനിക സംഘത്തിന്റെ നേതാവായി ഒരു സഹാബിയെ പറഞ്ഞയച്ചു. ആ സഹാബി ഇമാമായി നിസ്കരിക്കുമ്പോഴെല്ലാം ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ പിന്നീട് ഒരു ഖുൽ ഹുവല്ല കൂടി ഓതും. ഖുൽ ഹുവല്ല കൊണ്ട് ഓരോ റക്അത്തും അവസാനിപ്പിക്കും. ആ സഹാബത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ സഹാബിയുടെ ഈ രീതിയെ അവർ ചോദ്യം ചെയ്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു ഖുൽ ഹുവല്ല കൂടി ഓതുന്നത് എന്നുള്ളതിന്റെ കാരണം അവരോട് ചോദിക്കുക. അവർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ വഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ. സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹുവിന്റെ വിശേഷണമാണ്, അല്ലാഹുവിന്റെ മഹത്വമാണ് അതിൽ പറയുന്നത്. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു, ആ സൂറത്ത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആ നേതാവായ സഹാബി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരോട് പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു. അല്ലാഹു അവനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അവനെ അറിയിക്കുക. അല്ലാഹുവിന്റെ വിശേഷണമായ സൂറത്തുൽ ഇഖ്ലാസിനെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു അവനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അവനെ അറിയിക്കുക എന്ന് ആ സഹാബിയുടെ കീഴിലുണ്ടായിരുന്ന സൈനിക സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു.